പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാ. മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ആരാധനയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. അതേസമയം തന്നെ അന്യരാജ്യങ്ങളിൽ ഇപ്പോഴ് ലൈവായി ആരാധന കൂടുന്നവരുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ, അന്യ ജില്ലകളിലൊക്കെ കൂടുന്നവരുണ്ട്. ചിലരിപ്പോൾ കൂടത്തില്ല, സന്ധ്യയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞേ കൂടത്തുള്ളൂ. അവർക്കെല്ലാം വേണ്ടി നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്കും ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്തില്ലെങ്കിലും ജീവിതത്തിലെ വേദനയും രോഗവും ഹൃദയഭാരവും അനുഭവിക്കുന്ന ഈ ധ്യാനം കൂടുന്ന നാനാജാതി മതസ്ഥർ ദൈവത്തിന്റെ മക്കൾക്ക് ആശ്വാസമാകാൻ അഭിഷേകമാകാൻ ഈ ആരാധനയിലെ കർത്താവിന്റെ കൃപ ലഭിക്കട്ടെ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഈടുറ്റ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ഈ പുതിയ കാലത്തെ അതിസങ്കീർണമായ ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന എല്ലാ മണ്ഡലങ്ങളെയും സർവസ്പർശിയായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ടാണ് അവസാനമൊക്കെ സാക്ഷ്യം പറഞ്ഞവരെ എല്ലാവരോടും കൂടി പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം. ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ കണ്ണുനീരിലേക്ക് തുടച്ചു മാറ്റാൻ കർത്താവിൻ്റെ കൈ നീണ്ടുവരും. പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ കാത്തിരിക്കണം. അത് അവർ പറഞ്ഞതല്ല, അവരിലൂടെ നിങ്ങൾക്ക് കർത്താവ് നിങ്ങളോട് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു സഹോദരൻ വളരെ ഇടറിക്കൊണ്ട് പറഞ്ഞ സാക്ഷിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വിസ എക്സ്പയർ ആയിപ്പോയി. വിസ എക്സ്പയർ ആയത് അദ്ദേഹം അറിഞ്ഞില്ല. അതുകൊണ്ട് ജയിലിൽ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ജയിലിൽ പോയാൽ എത്ര വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നറിയില്ല, എന്തുമാത്രം പിഴ ഈടാക്കേണ്ടി വരുമെന്നറിയില്ല. അതെല്ലാം പാസ്പോർട്ട് റിമാർക്ക് വന്നാൽ ചിലപ്പോൾ എക്സിത്തും പിന്നീട് റീ എൻട്രിയൊക്കെ നടക്കുക. എല്ലാം ജീവിതം അങ്ങ് തീരുകയാണ് ആ മനുഷ്യൻ്റെ. അങ്ങനെ ജീവിതം തീരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയല്ല ചെയ്യണത്. എന്താണ് ചെയ്യണത്? ഉടമ്പടി ചെയ്യുകയാണ്. സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോഴൊരു സംഭവം നടന്ന്. എന്താണ്? അമ്മ മകനെ വിളിച്ച് പറഞ്ഞു. എന്താ വിളിച്ച് പറഞ്ഞത്? അമ്മ നിന്നെ സന്ദർശിക്കും, അമ്മ നിന്നെ സന്ദർശിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത് കംപ്ലീറ്റ് വിശ്വാസത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അമ്മ നിന്നെ സന്ദർശിക്കുമെന്നുള്ളത്. ആ അമ്മച്ചിക്ക് അത് എവിടെ നിന്ന് കിട്ടിക്കാണും? അമ്മ നിന്നെ സന്ദർശിക്കുമെന്നുള്ളത്. പക്ഷേ സംഭവം നടന്നു അല്ലേ. ആ മുസ്ലിം സഹോദരി ഇവനെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പാരമ്പര്യ വേഷത്തിൽ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ മുഖത്ത് നോക്കുമ്പോൾ അവന് മനസ്സിലായി മാതാവിൻ്റെ മുഖമാണെന്ന് അല്ലേ. പ്രൈസ് ദി ലോർഡ്.
അപ്പം അമ്മ നിന്നെ സന്ദർശിക്കും. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അത്ഭുതം പോലെയാണ് കേട്ടത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയണ ഏതാണ്, എങ്ങനെയാണ് ആ മകൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് നേരിട്ട് വന്ന് നിന്നെ സന്ദർശിക്കുമെന്ന് മകനോട് പറയാൻ എങ്ങനെ കഴിഞ്ഞു? അതാണ് ചോദ്യം. അതെങ്ങനെ കഴിഞ്ഞത്? വിശ്വാസം കൊണ്ട് മാത്രമല്ല. അതായത് അത് ഉടമ്പടി ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ വചനത്തിൽ ഇപ്പം ഞങ്ങൾ ആവട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു എന്നൊരു വചനമുണ്ട്. 1 കൊറിന്ത്യൻസ് 2:16 പറഞ്ഞേ, വീട്ടിൽ പോയി വായിക്കണേ. ഒന്ന് പറഞ്ഞു, ഞങ്ങൾ ആവട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ മനസ്സ് അറിയാൻ പറ്റും. ഉടമ്പടി നിങ്ങളെ ശരിക്കും വളർത്തും. അതിൻ്റെ കറക്റ്റ് ഫോർമുല കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയും പ്രഖ്യാപനവും കൂടിയുള്ള ജീവിതം കൊണ്ടുള്ള ദൈവതിരുസന്നിധിയിലുള്ള ഒരു വലിയ സമർപ്പണമാണ്. അതാണ് ജെറമിയ പറയണത്, നീ എന്നോട് ഉടമ്പടി ചെയ്തു, നിൻ്റെ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ദേശത്തെ തേനും പാലും ഞാൻ ഒഴുക്കുമെന്ന്. നീ എന്നോട് ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജെറമിയ 11-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ, ജെറമിയ 11-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. നീ എന്നോട് ഉടമ്പടി ചെയ്തു. എങ്ങനെയാണ് നീ ഉടമ്പടി ചെയ്തത്? എൻ്റെ ഉടമ്പടി നിബന്ധനകൾ നീ പാലിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉടമ്പടി പുസ്തകത്തിലെ നിബന്ധന എന്ന് പറയുമ്പോൾ പുതിയ കാര്യമല്ലത്, പണ്ട് മുതലേ ഉടമ്പടിക്ക് നിബന്ധനയുള്ളതാണ്. എന്ന് പറഞ്ഞ് നീ എൻ്റെ നിബന്ധനകൾ പാലിച്ചു. അത് കാരണം നിന്റെ ദേശത്ത് ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും നിന്റെ ദേശത്ത് ഞാൻ ഒഴുക്കും. അപ്പോൾ ഈ തേനും പാലും ഒഴുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തേനും പാലും ഒഴുകി കിട്ടിയ ആൾക്കാരാണ് ഈ സാക്ഷ്യം വരാൻ പറഞ്ഞ് മാറിയത് അല്ലേ? അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ് അവസാനമുള്ള ചേച്ചി പ്രവചനം പോലെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ തേനും പാലും ഒഴുക്കാൻ എന്താ മാർഗം? നീ എൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ചു. അപ്പം നിബന്ധനകൾ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. ഉടമ്പടി നടക്കണ എപ്പോഴാണ്? വീടുകളിലാണ് ഉടമ്പടി നടക്കുന്നത്. ആ നിബന്ധനകളെല്ലാം നമ്മൾ പാലിക്കുമ്പോൾ. ഉടനെ ജെറമിയ എന്നാ മറുപടി പറയണത്? കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ എന്ന്. അതാണ് ജെറമിയ 11:5. അതായത് നിൻ്റെ ദേശത്ത് ഞാൻ തേനും പാലും ഒഴുക്കും, നിൻ്റെ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞ വാഗ്ദാനം പാലിക്കും. എപ്പോഴാണ്? നീ എന്നോട് ചെയ്ത നിബന്ധനകൾ നീ പാലിക്കുമ്പോൾ. അപ്പോൾ ജെറമിയ മറുപടി എന്താ പറയണത്? ജെറമിയ 11:5, കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞേ. അതിനാണ് ആമീൻ എന്ന് പറയണത് അല്ലേ? ആമീൻ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളുടെ മേൽ തേനും പാലും ഒഴുകുന്ന ദൈവീക വചനത്തിൻ്റെ അഭിഷേകം, വാഗ്ദാനത്തിൻ്റെ നിറവ് കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പേര് ശ്രുതി എൽദോ. ഞാൻ വരുന്നത് UK നിന്നാണ്. UK ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ 3/2/2022 ഉടമ്പടി ഫസ്റ്റായിട്ട് എടുത്തത്. ഈ ശ്രേഷ്ഠമായ പുണ്യഭൂമിയിൽ ഇത് 3ാമത്തെ തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് എന്നെ ഒരുക്കിയ പരിശുദ്ധി അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. ഞാൻ നേഴ്സാണ്. ഞാൻ UK ഒരു നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3 വർഷത്തെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. 3 വർഷത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിസ പുതുക്കാൻ ലാസ്റ്റുള്ള ഡേറ്റ് മെയ് 22 ആണ്. അപ്പോൾ ഞാൻ മെയ് 22 മാർച്ച് തൊട്ട് ഞങ്ങൾ
ഞങ്ങളുടെ HR മാനേജറിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വിസ പുതുക്കണമെന്ന്. ഞങ്ങൾ 9 പേരുണ്ട്. അപ്പോൾ എല്ലാവരും മാറി മാറി മെസ്സേജ് വിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ സർ പറഞ്ഞു യു ഹാവ് സ്റ്റിൽ ടൈം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങളിത് സമ്മതിച്ചു. മാർച്ചായി, ഏപ്രിലായി, മെയ് വന്നു. മെയ് 8-ാം തീയതി ഞങ്ങളുടെ COS തീർന്നു. മെയ് 22-ാം തീയതി ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് വിസയും തീർന്നു. അപ്പോൾ ഞങ്ങൾ മെയ് 21-ാം തീയതിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 20-ാം തീയതിയും കരഞ്ഞ് ഒരുപാട് മടുത്തു. പരിശുദ്ധി അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി യാതൊരു അവസ്ഥകളില്ല, കാരണം സമയം ഒട്ടുമില്ല ഞങ്ങളുടെ മുൻപിൽ. സഞ്ചാരി മാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമുള്ളെന്ന് എനിക്ക് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് കിട്ടുന്ന മാനസികമായിട്ട് ഒരുപാട് തകർന്നു ഞാൻ. കാരണം തിരിച്ച് നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ. സോ തിരിച്ചു വരാനുള്ള മാനസികാവസ്ഥകൾ എനിക്കില്ല. വേറെ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും 15 ലക്ഷം രൂപ കൊടുക്കണം അടുത്ത COS കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്രയും രൂപ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ 9 പേരും വലിയതായിട്ട് തകർന്നു. എല്ലാവർക്കും കുടുംബമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതും. ഞാനും എൻ്റെ സുഹൃത്തിനും മാത്രമേ ഉള്ളൂ കുടുംബമില്ലാത്തത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തകർന്നു. ഏത് റൂമുകളിൽ പേഷ്യൻസ് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുന്നോ ആ റൂമുകളിലെല്ലാം ഞാൻ ഓടിച്ചെന്ന് കുരിശിൻ്റെ വഴി, എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും കരഞ്ഞു പറഞ്ഞു ഇനി കിട്ടില്ല എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 9 പേരും പറഞ്ഞു. അപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു ഇല്ല, പരിശുദ്ധി അമ്മ നമ്മൾക്ക് ഈ വിസ വാങ്ങിച്ചു തരുമെന്ന്. എല്ലാവരും ഓർത്തു എനിക്ക് വട്ടാണ്, കാരണം ഞാൻ കൂടുതൽ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ 22-ാം തീയതി രാവിലെ 8:30-ക്ക് HR വിളിച്ചു പറയുന്നു ഇനി നിനക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന്. പോകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് 8 പേരോടും വിളിച്ചു പറയുന്നു. ഇന്ന് തന്നെ വൈകിട്ട് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ സെർച്ച് സംവെയർ എൽസ് എന്നും പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കാരണം എല്ലാവരും തിരിച്ചു വരണോ വേണ്ടിയോ അറിയില്ല. ഒരു ലോയറെ കണ്ടു ഞങ്ങൾ. അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള 45 ദിവസത്തേക്കുള്ള സ്റ്റേ ഞങ്ങൾ മേടിച്ചു. അതിനുശേഷം HR ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി, ഞങ്ങൾ 9 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ചേച്ചി അറിഞ്ഞോ അറിയാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേച്ചിയുടെ സിസ്റ്റർമാർ ഉടമ്പടി എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ചേച്ചി ഈ HR മാനേജറിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ഞങ്ങൾ ആരും ഇത് അറിയുന്നില്ല. ചേച്ചി മെമ്പർ ഓഫ് പാർലമെൻറ്റിനുള്ള MP-ക്ക് ഒരു മെയിൽ അതിനകത്തേക്ക് വിട്ടു. അത് ഈ HR കാണാൻ ഇട വന്നു. സഡൻലി ആ HR ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന്. ഞങ്ങളെല്ലാവരും ഷോക്ക്ഡായി. കാരണം എങ്ങനെ ഇത് സാധിക്കുന്നു, ആരാണ് ഈ മെസ്സേജ് വിട്ടേ ഒന്നും അറിയത്തില്ല. പിന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യണത് ചേച്ചിയാണ് ഇത് മെസ്സേജ് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 22-ാം തീയതി 5 മണിയായപ്പോൾ HR പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു അപ്ലിക്കേഷൻ ഒരു ലിങ്ക് തരാം, അതിൽ കയറി വിതൗട്ട് COSന് വേണ്ടിയിട്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് നടക്കണേന്നൊന്നും സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കരച്ചിൽ മാത്രമേ ഉള്ളൂ എൻ്റെ മുൻപിൽ വഴി. കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. എവിടെ പോയാലും കാശിരൂപം മുറുകെ ഞാൻ പിടിക്കും. ഏതവസ്ഥയിൽ പോയാലും കാശിരൂപം വിട്ടുള്ള കളിക്ക് ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെ കഴുത്തിലെ കുഞ്ഞു മാല ആയതുകൊണ്ട് അതിലിട്ട് അത് കുളിക്കാനോ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. സോ അപ്പം HR പറഞ്ഞു 5 മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരാം, അതിൽ സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞു. സോ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് അയാൾ പറഞ്ഞ ലിങ്ക് ത്രൂ ഞങ്ങൾ പോയി. 23-ാം തീയതി ഞങ്ങൾ ആവശ്യപ്പെട്ടു HR-നെ കാണാൻ വേണ്ടി. സോ ലാസ്റ്റ് മൊമെൻറ്റിൽ HR സമ്മതിച്ചു, ഞങ്ങളെ കാണാൻ അനുവദിച്ചു. ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നപ്പോഴത്തേനും ഞാൻ എല്ലായിടത്തും പോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. HR ഇരുന്ന സ്ഥലത്തും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് മൊമെൻറ്റിൽ പറയട്ടെ, നോട്ട് മൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും യെശയ്യാ 45:2-3 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തരിക്കുകയും ഇരുമ്പാടമകൾ ഒടിക്കുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയണതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യധനശര്യങ്ങളും ഞാൻ നിനക്ക് നൽകും എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ 9 പേർക്കും ഞങ്ങൾക്ക് PR ലഭിച്ചു. അന്ന് ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. PR എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അഖണ്ഡ ജപമാലയിൽ വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ എൻ്റെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഓഗസ്റ്റായി. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ അമ്മയ്ക്ക് പറഞ്ഞ വാക്കല്ലേ, പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് കരുതി. പക്ഷേ അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലീവിന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ലീവ് ലഭിക്കത്തില്ലായിരുന്നു. സോ ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനും പരിശുദ്ധി അമ്മയോട് നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഈ പുണ്യഭൂമിയിൽ വന്നത്. സോ 1000 കോടി നന്ദി പരിശുദ്ധി അമ്മയോട് പറയുന്നു. ഇതെൻ്റെ മമ്മിയാണ്. എൻ്റെ വീട് കർണാടകയാണ്. എന്നെ കല്യാണം കഴിച്ചാണ് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾക്കൊരു ഭൂമിയുണ്ട്. അതിൽ നമ്മൾ ഒരു കട പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. എൻ്റെ 2 ആങ്ങളമാരും പുറത്താണ്. സോ അതിൽ ഒരാൾ സുനിൽ ലോണൊക്കെ എടുത്ത് കട പണിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പേഴ്സൺ, അയാളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അയാൾ ആ സ്ഥലയ്ക്ക് സ്റ്റേ കൊടുത്തു. കാരണം അയാൾ പറഞ്ഞു ആ ഭൂമി അയാളുടേതാണെന്ന് പറഞ്ഞു, സ്റ്റേ കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ മമ്മി ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഓടി നടക്കണം. സോ നമ്മളെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല. ഞങ്ങൾ 3 പേരും പുറത്താണ്. അപ്പോൾ അങ്ങനെയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനോട് ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായ റെഡി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു. അവസാനം പിന്നെ അവർക്ക് ഒത്തിരി ഫിനാൻഷ്യൽ
സോഷ്യലി കഴിവുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ പഞ്ചായത്ത് വഴി കോടതി വഴി എല്ലാം പോയാലും അയാൾ അതിലെല്ലാം വിൻ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് തൊട്ട് സ്ഥലം 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുത്തിരുന്നു. അതിനകത്തൊരു കുഞ്ഞ് ചാപ്പൽ പണിതിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പം ചാപ്പലെല്ലാം കഴുകി വൃത്തിയാക്കി അഖണ്ഡ ജപമാല അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല പണിയാൻ, ഇനി നീ മുന്നോട്ട് ഇരുന്ന് പണിയണം, കാരണം നമ്മൾക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, മെരിറ്റ് ഞങ്ങൾക്ക് ഒത്തിരി കുറവാണ്. സോ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ ഇത് നടത്തി തരണം, നീ നടത്തി തന്നാൽ ഈ കടയുടെ പേര് കൃപാ മരിയ എന്നായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ ആങ്ങളമാരെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾ മമ്മിയുടെ പേരിൽ കേസായി, അവർ നമ്മളെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും അവസാനം ദൈവം നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് വിജയം നൽകി. ആ കടയ്ക്ക് പേര് കൃപാ മരിയ എന്ന് പറഞ്ഞു കടയ്ക്ക് പേരും ഇട്ടു. അതും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്ന വൻകൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും ലോക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. ലോക്കറ്റ് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഈ ലോക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്തോ ഒരു മിറാക്കിൾ പോലെയാണ്. ഞാൻ ആരുടെ മുൻപേയും എന്തും സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു കാര്യത്തിനോ എനിക്ക് പേടിയും കാര്യങ്ങളും ഇല്ല. പക്ഷേ അന്ന് ഈ ലോക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു സൈക്കാട്രി നഴ്സിംഗ് ഹോമിലാണ്. മുകളിലും താഴിലും ഞാൻ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വൈദികനോട് ഞാൻ ഷെയർ ചെയ്തു, അച്ഛാ എൻ്റെ കാശ് രൂപം മിസ്സായി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പരിശുദ്ധ അമ്മയുടെ മകളാണ്, കാശ് രൂപം നീ പ്രാർത്ഥിക്കുന്നിടത്ത് തന്നെ ഉണ്ടാകുമെന്ന്. എന്നാലും അച്ഛൻ പറഞ്ഞ വാക്കിൽ കുറച്ച് ഡ്യൂട്ടി പെട്ടെന്ന് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ ആ കാശ് രൂപം ഉണ്ടായി. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല, കാരണം ഞാൻ ആ കാശ് രൂപം കൊണ്ടേ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പത്രം അവിടെയുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിശുദ്ധ തൈലം തൂത്ത് ഞാനത് കൊടുക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടായിക്കും കുഞ്ഞിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഓർഫനേജിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പഠിക്കാൻ കഴിവില്ലാത്ത മക്കളെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിന് കുളിക്കണ്ട എന്ന് പറഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ 1 മാസം 2 മാസം ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരാൾ കുളിക്കാതിരുന്ന് എന്തുമാത്രം സ്മെല്ലായിരിക്കുമെന്ന്. എന്നെ തല്ലും അടിക്കും ഉപദ്രവിക്കും എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ ചാലഞ്ചായി ഏറ്റെടുത്ത് എത്ര സ്മെല്ലുണ്ടെങ്കിൽ പോലും പരിശുദ്ധ അമ്മയാണ് ശുശ്രൂഷിക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് കരുതി ഒറ്റയ്ക്ക് പോയി ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ഞാൻ കൃപ കണ്ടെത്താറുണ്ട്. പക്ഷേ അതിനെല്ലാം ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോയി നടക്കുന്നത് കാശുരൂപമാണ്. കാരണം കാശുരൂപം ഇല്ലാണ്ടായി ഇവരെന്നെ ഒത്തിരി തല്ലും. അപ്പം ഞാൻ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യും. എല്ലാവരും പറയും ഒത്തിരി ആഗ്രഹിക്കും ഞാനെന്ന. സത്യമാണ്, ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞാൻ പറയുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഉടമ്പടിയുടെ വചനത്തിലാലും ഈ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് നടക്കുന്നത്. എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. ഒത്തിരി വലിയ വലിയ പേഷ്യൻസ് ഉണ്ട്, അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പേഷ്യൻസും ഉണ്ട്. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാനും അവരെത്ര എന്നെ ഉപദ്രവിച്ചാലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും പോയി അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ തൈലം തൂത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് വിസയുടെ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ബദേൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബർമിയാമിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന ഓഗസ്റ്റ് മാസം 2-3 UK നടന്ന കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ബദൽ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, കൊച്ചിന് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമുണ്ട്, മിനിസ്ട്രിയിൽ ജോലി ചെയ്യാനുള്ളൊരു കൃപ ദൈവം തരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ലാംഗ്വേജ് കന്നഡ, തുളു, ഇംഗ്ലീഷ് അത്രയും നന്നായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇംഗ്ലീഷിനോട് മിനിസ്ട്രി ചെയ്യും? ഒരിക്കലും സാധ്യമല്ലെന്ന് ഞാൻ കരുതി. പക്ഷേ ഞങ്ങളിപ്പോൾ കരുതുന്നു വിസയുടെ ഇഷ്യൂസ് വന്നത് ദൈവ പദ്ധതി മൂലം തന്നെയാണ് ആ ഒരു സഹനം ഞങ്ങൾക്ക് തന്നത്. കാരണം ആ സഹനം തന്നതുകൊണ്ട് ഞങ്ങൾ 9 പേരടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങി. 13 പേരോളം ഉണ്ട് ഇപ്പോൾ അതിൽ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ 9 മണിക്ക് ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കും. ഒരാൾ എല്ലാ ആഴ്ചകളിലും സൺഡേകളിൽ ഞങ്ങൾ ഒരാളുടെ വീട്ടിൽ വെച്ച് പ്രയർ സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബദൽ കൺവെൻഷൻ സെൻറ്ററിലെ ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബൈബിൾ ക്ലാസ് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാനിന്നിപ്പം അഖണ്ഡ ജപമാല 1001 ജപമാല മണി മേടിച്ചു, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടി മേടിച്ചു. എല്ലാവരും ഒരുമയോടെ, കാരണം അവിടെ തണുപ്പൊക്കെയാണ്. ഒരു വീട്ടിൽ നിന്ന് ഇനിയൊരു വീട്ടിലേക്ക് 3 വർഷം ഞാൻ പാഴാക്കി കളഞ്ഞു. ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവരോടും എന്നോട് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനോ അതിന് നേതൃത്വം കൊടുക്കാനോ ഒന്നും ഒരു കഴിവുമില്ലാത്ത എനിക്ക് എല്ലാ കൃപയും എനിക്ക് തന്നു. അതുപോലെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെ കൊണ്ടുപോയി നടക്കുമെന്ന്. പക്ഷേ എന്നേക്കാളും നന്നായിട്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിമാരും കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം നന്നായിട്ട് ആ പ്രയർ ഗ്രൂപ്പ് കൊണ്ടുപോയി നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും എല്ലാ വീടുകളിലും ഇപ്പോൾ ജപമാല മാസമായതുകൊണ്ട് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ
എല്ലാവരും ഞങ്ങൾക്ക് ഈ വിസയുടെ ഇഷ്യൂസ് വന്നപ്പോൾ 24 hours ഞങ്ങൾ അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപാസനത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ എടുത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, സാക്ഷ്യം വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ഈ സമയത്ത് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി. എൻ്റെ പേര് പീറ്റർ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത പുത്തമ്പേലിക്കര മാളവന സെൻറ്റ് ജോർജ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 31/1/2025 തീർത്ഥാടക ഉടമ്പടി എടുത്തത്. അതിക്ക് പിന്നെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. 2020 തുടങ്ങി ലൈറ്റ് ക്യാൻഡിൽ പ്രയറും പ്രാർത്ഥനകളും മാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനകളിൽ തന്നെയായിരുന്നു. ഞാനൊരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫുജേറ എന്നൊരു കമ്പനി, ലെബനോൻകാരൻ്റെ ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഉണ്ടായ 1-2 പ്രോബ്ലംസും അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി മാറിക്കിട്ടിയ കാര്യങ്ങളുമാണ് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നത്. അതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ സാക്ഷി ആദ്യം പറയാം. ഞാൻ ഉടമ്പടി ജനുവരിയിൽ ഇവിടെ നിന്ന് എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബാങ്കിൽ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ്. ആ കമ്പനിയുടെ വണ്ടികളെടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് മുതലാളി വിഷമിച്ചപ്പോൾ കമ്പനി സെക്യൂരിറ്റി കൊടുത്ത ചെക്ക് ബാങ്കിലിട്ട് ചെക്ക് റിട്ടേൺ ആക്കി ലീഗലാക്കി 300,000 അതായത് 3 lakhs ദിർഹംസ് ഏകദേശം 65 ലക്ഷം രൂപ ഫൈൻ വന്നു. ഫൈൻ മാത്രം, അതുകൂടാതെ ലോൺ വേറെ അടയ്ക്കണം. ഈ ഫൈൻ എന്ന് പറയുന്നത് ലോൺ സെറ്റിലാക്കി കഴിയുമ്പോഴാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ സാറ് ഭയങ്കരമായിട്ട് ടെൻഷനായി, പ്രശ്നങ്ങളായി. സാമ്പത്തികമായിട്ട് 100-200 പേര് സാറിൻ്റെ 2 കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, 150 പേരോളം. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ, അപ്പോൾ ഉടമ്പടി എടുത്ത് ചെല്ലണതിന് മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ അവിടെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന, ആൾ ക്രിസ്ത്യനല്ല, ഞാൻ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, ഞാൻ പോകുന്നുണ്ട്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു, നീ എന്തായി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു, എന്ത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല സാറേ, ധൈര്യമായിട്ട് ഇരുന്നോളാം ഞാൻ പറഞ്ഞു. പക്ഷേ പ്രശ്നം ഞാൻ ചെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ബാങ്കിൻ്റെ വരുന്നത്. അങ്ങനെ ഒരു ദിവസം സാറ് മീറ്റിങ്ങിന് അതിൻ്റെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട്, ബാങ്കിൻ്റെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മീറ്റിംഗ് വയ്ച്ചു. ആ മീറ്റിങ്ങിൽ അറബിക്ക ആളുകൾ തമ്മിലുള്ള മീറ്റിംഗാണ്. പക്ഷേ സാർ എന്നെ വിളിച്ചു. എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം അറബിയിലാണ് അവർ സംസാരിക്കുന്നതും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഞാൻ മീറ്റിങ്ങിന് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ കയ്യിൽ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പെടുത്ത് അവിടെ ചെന്ന് സാറിനോട് അതൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് ഞങ്ങളുടെ മീറ്റിംഗ് റൂമിൽ കയറിയപ്പോൾ ഞാനും സാറ് മാത്രമേ ഉള്ളൂ. സാർ അവിടെ വെയിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പെടുത്തിട്ട് ആ റൂമിൻ്റെ ചുറ്റും ഉപ്പ് കുറേശ്ശെ ഇട്ട് വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കൂടുതലും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അവർ മീറ്റിംഗ് അറബിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മീറ്റിംഗ് ഒരു ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അറബിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ സാറ് പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല, ഞാൻ അവിടെ നിന്ന് ഇത്രയും കാശ് ഇപ്പോൾ അറേഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം നമ്മൾ എന്ത് പറയാനോ, നമ്മൾ ജോലിക്കാരനാണ്. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ സാറ് ബാങ്കിൽ, അവിടെ ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഒരാൾ, ഒരു ലോക്കൽ UAE പൗരൻ, അത് ഒരാളറിയായിരുന്നു. അദ്ദേഹത്തിന് വിളിക്കാൻ തോന്നുകയും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടപെടാൻ നോക്കാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇടപെട്ടു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ 1 ദിർഹം പോലും ഇല്ലാതെ ആ കേസ് തള്ളിപ്പോയി. അങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ കമ്പനിയെ രക്ഷപ്പെടുത്തി. ഇതേപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യം കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 2020 ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മുസ്ലിം സഹോദരനാണ്, ഒരു പയ്യനായിരുന്നു, അവനായിരുന്നു മാർക്കറ്റിങ്ങിൽ. അവൻ ഒരു ചൈനീസ് കമ്പനിയുടെ വലിയൊരു ബിസിനസ് കൊണ്ടുവന്നു. അവർ കറക്റ്റ് പേയ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു 1.5 കോടി ഇന്ത്യൻ രൂപയോളം കിട്ടാനുള്ള സമയത്ത് ആ കമ്പനിയിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഇവൻ പൈസ കിട്ടേണ്ട സമയമായപ്പോൾ മെസ്സേജ് അയച്ചു, മറുപടിയില്ല. വാട്സപ്പ് അയച്ചു, മറുപടിയില്ല. ഇമെയിൽ അയച്ചു, മറുപടിയില്ല. ഫോൺ ചെയ്തു, അവരെടുക്കുന്നില്ല. അങ്ങനെ ഇവനാകെ പ്രശ്നത്തിലായി. 1.25 കോടി രൂപയോളം കിട്ടാനുണ്ട്. ഇവനാണെങ്കിൽ ഒരു പയ്യനാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ കുടുങ്ങിയെന്ന് വന്നെ, ആകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞില്ല ഇങ്ങനെ നമുക്കൊരു പ്രയർ, കാരണം അവർക്കത് എന്തോത്തോളം മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ അപ്പം തുടങ്ങി വെബ്സൈറ്റിൽ കയറി ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മാതാവ് ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന്, ഞങ്ങളുടെ കമ്പനിക്ക് നിലനിൽപ്പ് തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുവരെ ഒരു കോളോ ഇമെയിലോ ഒന്നിനും മറുപടിയില്ല. അങ്ങ് ആഴ്ചയിൽ ഇങ്ങനെ കോൾ ചെയ്യും, ഇമെയിൽ അയക്കും, ഒന്നിനൊരു മറുപടിയില്ല. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ക്യാഷ് റെഡിയാണ്, നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവൻ ഈ മെസ്സേജ് വന്നിട്ട് ഇവൻ ഞെട്ടിയിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വിശ്വസിക്ക്, എന്താണെന്ന് നോക്ക്, അല്ല അവർ ക്യാഷ് തരാമെന്ന് പറയണം. ഞാൻ പറഞ്ഞു നീ ഒട്ടും സമയം കളയണ്ട, പോയി നോക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൈറ്റാണ്. അപ്പോൾ
ആ സൈറ്റിൽ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ആരും കടത്തി വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അകത്ത് കാരണം എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും പൈസ കൊടുക്കുന്നില്ല, ഇവിടെ 5-8 മാസമായിട്ട് ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കയറ്റുന്നില്ല, ആർക്കും 10 പൈസ ഞങ്ങൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മെസ്സേജ് കാണിച്ചു കൊടുത്തു, എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സെക്യൂരിറ്റി കടത്തി വിട്ടു. അവനകത്ത് ചെന്ന് ആ ഏകദേശം 1.25 കോടിയുടെ ചെക്ക് 5 മാസമായിട്ട് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ അവൻ്റെ കയ്യിൽ മേടിച്ച് അവൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു എനിക്ക് എൻ്റെ കാശ് മുഴങ്ങും, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ്, ഒരാൾക്ക് പോലും ഇവിടെ 1000 രൂപ കൊടുക്കുന്നില്ല. അത്രയും കാശ് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി. ഇത് രണ്ടാണ് മെയിൻ സാക്ഷ്യങ്ങൾ. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തായതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറും മലയാളം പേപ്പർ, ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഫിലിപ്പീനി പേപ്പറുകളും മേടിച്ചുകൊണ്ട് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കവിടെ നിയമപരമായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് പള്ളിയിൽ വരുന്ന ആളുകൾക്കായിട്ടാണ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഓഫീസിലുള്ളവരൊക്കെ നമ്മൾ പറയാറുണ്ട്, സാക്ഷ്യങ്ങൾ അവരെ കേൾപ്പിക്കാറുണ്ട് മറ്റുള്ളവരെ. പിന്നെ അറബികൾക്കും എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഒരു പള്ളിയുണ്ടെന്നും ഓഫീസായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കണമെന്നും അടയാളങ്ങളൊക്കെ ഉണ്ടെന്നും ഞാൻ അവരോട് എപ്പോഴും സംസാരിക്കാറുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ 100-300 പേപ്പർ പല ഭാഷകളിലും മേടിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് അവിടെ നമുക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിന് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് ഒരു നല്ല ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ക്യാൻസർ രോഗികൾ, വീട് വയ്ക്കാൻ കഴിവില്ലാത്തവർ, അങ്ങനെ വരുന്നവർക്ക് ഞാൻ പൈസ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ അഖണ്ഡ ജപമാല റാലിക്ക് അത് കണ്ടപ്പോൾ തന്നെ ന്യായമായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തുടങ്ങി വളരെ നല്ല പ്രാർത്ഥനയിലുള്ള ആളാണ്. കുർബാന ഞാൻ 40 ദിവസം ലീവിന് വന്നാൽ 40 ദിവസം കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. കുർബാന കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുള്ളൂ. അതെൻ്റെ വീട്ടിലൊക്കെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, എങ്ങും പോകാൻ പറ്റണില്ല എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് പള്ളി വിട്ടിട്ട് ഒന്നുമില്ല. അതേപോലെ ഈ ജപമാലയൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കാനുള്ള പല കാര്യങ്ങളും അതിന് വേണ്ട രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ ഇട്ട് കൊന്തയിലുക, ആക്ഷൻ കൊന്തയിലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നോക്കണം, അതിനാണ് ഇമ്പോർട്ടൻറ്റ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു, പക്ഷേ അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പറ്റുന്നില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല പ്രചോദനം കിട്ടി. അങ്ങനെ ഞാൻ സുവിശേഷം കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2028 ആകുമ്പോഴേക്കും 4 സുവിശേഷവും കാണാപ്പാഠം പഠിച്ച് എനിക്കത് നമ്മുടെ സഭയ്ക്കും ഒരു പ്രൗഡായിട്ട് തീരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഏകദേശം 1.5 സുവിശേഷം ആൾറെഡി കവർ ചെയ്തു. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരധ്യായത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള പലതും തലേന്ന് പോകും, പിന്നെ അതിനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും അങ്ങനെ പോകുന്നു. പിന്നെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ മോശം രീതിയിൽ ഒന്നുമില്ല, ഒരു വാക്ക് മോശമായിട്ട് സംസാരിക്കാറില്ല. കാര്യങ്ങൾ പറയും, അതിൻ്റേതായ ചില ഇതുണ്ടെന്നല്ലാണ്ട് വീട്ടിൽ ഞങ്ങൾ ഒരിക്കലും ഇതുവരെ മോശമായിട്ടൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വൈഫ് ഉപയോഗിച്ചിട്ടില്ല, മക്കൾ ഉപയോഗിച്ചിട്ടില്ല. അവരൊക്കെ നല്ല സംസാരിക്കുന്നതൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് തന്നെ സംസാരിക്കാതെ എല്ലാവരും പ്രാർത്ഥനയിലാണ് ജീവിക്കുന്നത്. ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനോർത്ത്.